അവസാനിക്കാത്ത യാത്രകളും തീരാത്ത വിശേഷങ്ങളുമായി കറക്കത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം ഞാൻ ഭൂമിയുടെ ഇങ്ങേ അറ്റത്താണ്. ഇനി ഇവിടുന്ന് ഞാൻ ഭൂമി കാലുകൊണ്ട് കറക്കി 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 എത്തണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതാണ് 360 വീഡിയോ. അപ്പോൾ 360 വീഡിയോ എങ്ങനെ ഉപയോഗിക്കാം, അതെങ്ങനെ എഡിറ്റ് ചെയ്യാം, അതിനുശേഷം നമ്മളെങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. 360 കുറച്ച് ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഫീൽ കിട്ടും. ശരിക്കും നമ്മൾ കുറച്ച് ഹൈറ്റിൽ വെക്കണം. അപ്പം എൻ്റെ അടുത്ത് ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ നിലത്ത് വെച്ചു മാത്രം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ സാധാരണ ഒരു വീഡിയോ ക്യാമറയിൽ എടുക്കുന്ന വീഡിയോ അല്ല, ഇത് 360 ക്യാമറ വെച്ചിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള 360 ക്യാമറ എന്ന് പറയുന്നത് ഇതാണ്. ഇത് സാംസങ്ങിൻ്റെ 360 ക്യാമറയാണ്. ഇത് കുറച്ച് പഴയ മോഡലാണ്. ഏകദേശം ഒരു 2017 ഞാൻ വാങ്ങിച്ചൊരു ക്യാമറയാണ്. ഇത് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. ഗൂഗിൾ മാപ്പിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ ഈ 360 ക്യാമറ ഉപയോഗിക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് 360 ക്യാമറകൾ നമുക്ക് അവൈലബിൾ ആണ്. ഗോപ്രോയുടെ ആകട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റയുടെ തന്നെ ഇപ്പോൾ പുതിയ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള 360 ക്യാമറാസ് നമുക്ക് അവൈലബിൾ ആണ്. വളരെ പെർഫോമൻസ് ഉള്ള ക്യാമറാസ് നമുക്ക് അവൈലബിൾ ആണ്. ഇൻസ്റ്റയുടെ ക്യാമറകളൊക്കെ. അഡ്വർടൈസ്മെൻറ്റ് ഒരാളെ എത്രത്തോളം സ്വാധീനിക്കും എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് ആൻസറാണ് ഞാൻ. കാരണം സാംസങ്ങിൻ്റെ ഈ ഒരു ആഡ് കണ്ടിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു ക്യാമറ വാങ്ങിച്ചത്. അത് മാത്രമല്ല, എൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൂടെ ആയിരുന്നു. ഞാനിങ്ങനെ ഈ തുടക്കത്തിൽ ഒരു ക്യാമറയൊക്കെ അന്വേഷിച്ച് നടന്നപ്പോൾ നമുക്ക് സാധാ ഒരു ക്യാമറ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒറ്റ വ്യൂ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ക്യാമറയിൽ അപ്പം ഞാൻ ആലോചിച്ച്, ഒരു ക്യാമറയിൽ എല്ലാ കാഴ്ചകളും നമുക്ക് പകർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷെ അത് വാങ്ങി വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്താൽ നോക്കുന്ന സമയത്താണ് സത്യത്തിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ സത്യത്തിൽ നമുക്കൊരു ക്യാമറ, ഒരു നല്ല ബേസിക്കായിട്ട് നമുക്ക് നല്ലൊരു ക്യാമറയും അതുപോലെ ഒരു ഗോപ്രോ, ഒരു 360 ക്യാമറ, ഈ ഒരു സാധനം നമുക്ക് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ബൈക്കേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ പോകുന്ന കാഴ്ചകൾ അവർക്ക് ചിലപ്പോൾ അവരുടെ ഫേസ് കാണിക്കണം. അതിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ക്യാമറ മാറ്റി വെക്കണം, അല്ലെങ്കിൽ 1-2 ക്യാമറ ഉപയോഗിക്കണം. നമ്മുടെ ഫേസ് കാണാനായിട്ടൊരു ക്യാമറ, പുറത്തെ വിഷ്വൽസ് കാണാനായിട്ടൊരു ക്യാമറ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ഇത് ഈ 360 ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് വ്യൂ ആണോ വേണ്ടത് അത് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒറ്റ റെക്കോർഡിങ്ങിൽ തന്നെ നമുക്ക് എല്ലാ വ്യൂവും നമുക്ക് കിട്ടും എന്നുള്ളതാണ് 360 ക്യാമറയുടെ ഒരു ഉപയോഗം. പക്ഷേ ഇത് എഡിറ്റ് ചെയ്യാനും മറ്റും കാര്യങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് അത്രയങ്ങ് എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൂ. നിങ്ങളുടെ അടുത്ത് ബഡ്ജറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു 360 ക്യാമറ വാങ്ങിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ളൊരു സ്പെക്കുള്ളൊരു PC കൂടെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 360 ക്യാമറ കൂടെ വാങ്ങിക്കുക. അതിലൂടെ നമുക്ക് നല്ല ഒരു ഡ്രോൺ ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അടിപൊളി വിഷ്വൽസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു, 360 എഡിറ്റ് ചെയ്തൊരു വീഡിയോ. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നിങ്ങൾക്ക് പോയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ 360 വീഡിയോ എന്ന് പറയുന്നത്. 360 വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രിയുള്ള 2 ക്യാമറകൾ, ഫ്രണ്ടും ബാക്കും, അതുപോലെ നമുക്ക് എല്ലാ വ്യൂസും ഫ്രണ്ട്, ബാക്ക്, അതിൻ്റെ ടോപ്പ്, ബോട്ടം, അങ്ങനെ 360 ഡിഗ്രിയിൽ കംപ്ലീറ്റ് വിസിബിൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പകർത്താൻ പറ്റുന്ന ഒരു ക്യാമറയാണ് 360 ക്യാമറ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണാൻ പറ്റും. എൻ്റെ ഫ്രണ്ടിലുള്ളത് ഈ ക്യാമറയിലൂടെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. അത് നമ്മൾ ക്യാമറ മാറ്റി വെക്കണം. പക്ഷേ 360 ആയിക്കഴിഞ്ഞാൽ ഈ ഏരിയയിൽ എന്തെല്ലാം വിസിബിളാണോ ആ കാര്യങ്ങളെല്ലാം നമുക്ക് 360 ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നേരെ മറിച്ചിപ്പോൾ ഈ 360 ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, ഇത് റെക്കോർഡിങ്ങിലിടുന്നു.
ഓക്കെ, ഇപ്പോൾ ഈ 360 റെക്കോർഡിങ്ങിലാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ക്യാമറ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫേസ് കാണാം, പക്ഷേ നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ടിലുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇനി ഈ 360 ഷൂട്ട് ചെയ്ത കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള കാര്യം എനിക്ക് എഡിറ്റിങ്ങിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. അതാണ് 360 ക്യാമറയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഈ 2 ലെൻസുകൾ, ഇത് ഫ്രണ്ടിലെ ഇത് ബാക്കിലെയും ഒരു ഫിഷ് ഐ ലെൻസുകളാണ്. അപ്പോൾ 180 ഡിഗ്രിയിലുള്ള 2 വീഡിയോസ് ഇത് ഒരേ സമയത്ത് റെക്കോർഡ് ചെയ്യും. ഓരോ ക്യാമറക്കും അതിൻ്റേതായ അപ്ലിക്കേഷൻസ് ഉണ്ട്, ഇത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള അപ്ലിക്കേഷൻസ്. അപ്പോൾ അതിലിട്ടിട്ട് നമുക്ക് ഈ 2 ലെൻസിലെയും 2 വീഡിയോസ് നമ്മൾ ഒന്നാക്കും. അതിനാണ് നമ്മൾ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. അപ്പോൾ ഈ 2 വീഡിയോസും ഒന്നാക്കുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇത് നമ്മൾ റെൻഡർ ചെയ്യുന്ന പോലെ തന്നെ ഇത് സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതൊരു നമുക്ക് ഈ 360 ഉപയോഗിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഒരു സമയം നഷ്ടം നമുക്ക് സാധാരണ വ്ളോഗേഴ്സിന് ഈ ഒരു സമയനഷ്ടം വലിയൊരു പ്രശ്നം തന്നെയാണ്. അതിനുശേഷം ഇപ്പോൾ അഡോബിൻ്റെ പ്രീമിയറിലൊക്കെ നമുക്ക് 360 പ്ലഗിൻസ് ഉണ്ട്. 360 വീഡിയോസ് നമുക്ക് പ്രീമിയറിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാത്ത ഫയൽ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇൻസ്റ്റയുടെ 360 വീഡിയോസൊക്കെ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാതെ തന്നെ പ്രീമിയറിൽ വർക്ക് ആവുന്നുണ്ട് എന്നാണ്, ലേറ്റസ്റ്റ് വേർഷനിലൊക്കെ വർക്ക് ആവുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി ഈ 360 വീഡിയോസ് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. സാംസങ്ങിൻ്റെ എഡിറ്റിംഗ് ആപ്പാണിത്, ഗിയർ 360 എന്ന് പറഞ്ഞ ആക്ഷൻ ഡയറക്ടർ. ഗിയർ 360 എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിലിട്ടാണ് നമ്മൾ സാംസങ്ങിൻ്റെ ഈ ഒരു സിസ്റ്റത്തിൽ ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിലാണ്. അപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്ത എല്ലാ ഫൂട്ടേജും നമുക്കിനി ഈ ആപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത്. പിക്ചറായി കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അത് സ്റ്റിച്ച് ചെയ്താണ് വരിക. പക്ഷേ വീഡിയോ ആയി കഴിഞ്ഞാൽ അതിന് കുറച്ച് ടൈം എടുക്കും. ഇതുപോലെ പ്രോസസ്സിങ് ടൈം പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതെല്ലാം സ്റ്റിച്ച് ആയതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും സ്റ്റിച്ചായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സാധാ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ടൈം ലൈനിലേക്ക് വലിച്ചിട്ടതിന് ശേഷം നമുക്ക് വേണ്ട എഫക്റ്റുകളും സ്പീഡും കളറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രശ്നം, PC ആപ്പിൽ ലിറ്റിൽ പ്ലാനറ്റ് എഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് മൊബൈലിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എഫക്റ്റ് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ Insta360യുടെ എഡിറ്റിംഗ് ആപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വീഡിയോ ഔട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വീഡിയോ ഔട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 360 വീഡിയോയെ HD വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എക്സ്പോർട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് Insta360 ആപ്പിലേക്ക് വീഡിയോ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓരോ വീഡിയോ സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇവിടെ രണ്ടാമത്തെ ഈ ഓപ്ഷൻ ഫ്രീ ക്യാപ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് കീ ഫ്രെയിം ആനിമേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട സീനുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് വീഡിയോയുടെ റെസൊല്യൂഷനും അതുപോലെ തന്നെ ക്വാളിറ്റി സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു HD ഫയലായിട്ട്, HD വീഡിയോ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 360 വീഡിയോ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു സെൽഫി സ്റ്റിക്ക് വേണം. ഇത് ആക്ച്വലി ഇത് മൊബൈലിൻ്റെ ഒരു സെൽഫി സ്റ്റിക്കാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഇത് എൻ്റെ ക്യാമറയ്ക്ക് പറ്റില്ല. അപ്പോൾ ഈ ഒരു പോർഷൻ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ ചെറിയൊരു ഭാഗം വരും. പക്ഷേ നമുക്ക് ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഗോപ്രോ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് വലിയ ഇഷ്യൂ ഉണ്ടല്ലോ, കാരണം ഗോപ്രോ കുറച്ച് വലിയ ടൈപ്പാണ്. അപ്പോൾ അത് ക്രോപ്പ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ആദ്യം 360 ഉപയോഗിക്കുന്നവർ ചിലപ്പോൾ നമ്മൾ മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഒരു പക്ഷേ ചിലപ്പോൾ 360 ക്യാമറ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ 360 ഉപയോഗിക്കുമ്പോൾ അത്തരത്തിൽ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ 360 ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അത് ഗോപ്രോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് 360 ആയിക്കോട്ടെ, നമ്മൾ അങ്ങനെയാണ് സ്റ്റിക്കുമേ സെറ്റ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഈ സ്റ്റിക്ക് നമുക്ക് ആ വീഡിയോയിൽ വിസിബിളായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ജസ്റ്റ് ഒരു 360 വീഡിയോ നമുക്ക് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് നോക്കാം. എന്നെ ഫോളോ ചെയ്യുന്ന ഒരു മോഡ് നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൽഫി സ്റ്റിക്ക് ഇതുപോലെ ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്യാമറ ഏത്
രീതിയിലും പിടിച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം നമ്മൾ എഡിറ്റിങ്ങിൽ ഇട്ടിട്ട് നമ്മുടെ വേണ്ട സീൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എൻ്റെ ഫ്രണ്ടിൽ നിന്നും എൻ്റെ ബാക്കിൽ നിന്നും ക്യാമറ ഫോളോ ചെയ്ത് വരുന്ന ആ ഒരു എഫക്റ്റ് നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന എൻ്റെ 360 സൗണ്ടായിരിക്കും നമുക്ക് കേൾക്കുന്നത്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നടന്നു നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ 360 ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്യാമറയിൽ സ്റ്റെബിലൈസേഷൻ അത്രയും പക്കയല്ല, പക്ഷേ നമുക്ക് ഗോപ്രോ അല്ലെങ്കിൽ ഇൻസ്റ്റ അതിൽ നമുക്ക് പക്ക സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടും. അപ്പോൾ നമുക്ക് ഷെയ്ക്ക് ആവുന്ന ഒരു വീഡിയോ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ അത്രത്തോളം പെർഫെക്റ്റ് അല്ല. ക്യാമറയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരാളുടെ സഹായമില്ല, അത് ഡ്രോൺ ഷോട്ട് പോലെയൊക്കെ ഷോട്ട് എടുക്കാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫോളോ ചെയ്യുന്ന ഒരു മോഡ്, അങ്ങനെ 360 ക്യാമറ ഉപയോഗിച്ച് പ്രൊഫഷണലായിട്ട് ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ഷോട്ടുകൾ എടുക്കാൻ നമുക്ക് പറ്റും. പക്ഷേ അതൊക്കെ നമുക്ക് ഐഡിയ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫോളോ ചെയ്യുന്ന പോലെ നമ്മുടെ ബാക്കിൽ നിന്ന് നമ്മുടെ ക്യാമറ ഫോളോ ചെയ്യുന്ന പോലെ നമുക്ക് ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കണം, പിന്നെ അത് നമുക്ക് 360 വെച്ചിട്ട് പറ്റും. അത് നമ്മുടെ ഫോളോ ചെയ്യുന്ന ഒരു ഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരാൾ വേണം. പക്ഷേ 360 ക്യാമറ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരാളുടെയും സഹായത്തിലത് നമുക്ക് സ്വയം തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ജിദ്ദ കോർണിഷിൽ ഞാൻ നമ്മുടെ ചാനലിലൊരു കിടിലൻ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് ഇങ്ങനെ വന്നായിരുന്നു. പക്ഷേ സെക്യൂരിറ്റി സീനാക്കിയ സംഭവം. അവർ പറയുന്നത് ഇവിടെ ക്യാമറ മംനു ആണ്, നമുക്ക് പെർമിഷൻ വേണം ഷൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ കോർണിഷിൽ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഷൂട്ടിംഗ് ഒഴിവാക്കിയിട്ട് നമ്മൾ തൽക്കാലം ഒരു 360 വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ആ കിടിലൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോസ് മിസ്സാവാണ്ടിരിക്കും. അപ്പോൾ യാത്രകളും വിശേഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല. പുതിയ യാത്രാ വിശേഷങ്ങളുമായി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.